വെൽക്കം ബാക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തേരോട്ടവുമാണ് ഇന്ന് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. മത്സരിച്ച 27-ൽ 22 മണ്ഡലങ്ങളിലും ലീഗ് വിജയിച്ചു. 80,000-ലധികം വോട്ടിന് റെക്കോർഡ് ഭൂരിപക്ഷവുമായി PK കുഞ്ഞാലിക്കുട്ടി തന്നെ ലീഗിന്റെ കപ്പിത്താനായി. ഫാത്തിമ തെഹ്ലിയിലൂടെ ആദ്യ വനിതാ MLA ലീഗിന് ഇത്തവണ ലഭിച്ചു. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ അജയ്യമായ കുതിപ്പിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. 27 സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ പുതുമ കാത്തുസൂക്ഷിച്ച ലീഗിന് ഇത്തവണ 22 MLA-മാർ നിയമസഭയിലുണ്ടാകും. അതിൽ തന്നെ 5ഓളം MLA-മാരുടെ ഭൂരിപക്ഷം 1,00,000-നും മുകളിലാണ്. KK ശൈലജയുടെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടന്ന ലീഗിന്റെ സ്വന്തം കുഞ്ഞാപ്പ മലപ്പുറത്ത് പുതിയ റെക്കോർഡിട്ടു. 85,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വർക്കിന്റെ വിജയമാണ്. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. യാതൊരു സംശയവും. ഹിസ്റ്ററി. മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും ലീഗ് മത്സരിച്ച മുഴുവൻ മണ്ഡലങ്ങളും തൂത്തുവാരി. താനൂരും കോഴിക്കോട് സൗത്തും കുറ്റ്യാടിയും തിരുവമ്പാടിയും കളമശ്ശേരിയും ലീഗ് ഇത്തവണ തിരിച്ചുപിടിച്ചു. കൊടുവള്ളിയിൽ ജയം ആവർത്തിച്ചപ്പോൾ കുന്നമംഗലത്ത് അട്ടിമറി നടന്നു. പേരാമ്പ്രയിൽ നിന്നും 7,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ വനിത MLA ആയി മാറി. അഴീക്കോടും കുത്തുപറമ്പും ഗുരുവായൂരും പരാജയപ്പെട്ടെങ്കിലും മികച്ച മത്സരം ലീഗിന് കാഴ്ചവെക്കാനായി. അധികാരത്തിലില്ലെങ്കിൽ തകർന്നു പോകുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതെന്ന് ഓർക്കണം. 1,00,000-ലധികം ഭൂരിപക്ഷത്തിൽ നിരവധി MLA-മാരെ വിജയിപ്പിച്ചെടുത്ത മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും നിരവധി വിസ്മയങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇനിയും പ്രതീക്ഷിക്കേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.